ഇന്ന് നമുക്ക് വറുക്കാൻ പറ്റിയ 2 ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വർഷം ചക്ക വറുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. നമ്മുടെ വീട്ടിൽ കുറേ പ്ലാവും ചക്കയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒന്നും വറുക്കാൻ പറ്റിയ ചക്കയല്ല. പക്ഷെ കറി വയ്ക്കാൻ സൂപ്പർ ചക്ക കേട്ടോ. അപ്പോൾ കാലിൽ തന്നെ ദേ അമ്മ അതൊക്കെ വെട്ടിപ്പറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് അരിയൽ എൻ്റെ ഡ്യൂട്ടി കേട്ടോ. പിന്നെ ചക്ക വറുക്കണമെന്ന് മസ്റ്റായിട്ടും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ചക്ക ഒലത്തിയതും. കാരണം അതിൻ്റെ കടയും തലയും ഒക്കെ അരിഞ്ഞ് വെക്കണത് വെച്ചിട്ട് ഒരു ചക്ക കൂട്ടാൻ എന്തായാലും ഉണ്ടാക്കും. പിന്നെ ഇതിപ്പോൾ അതേ ഉരുളിയുടെ ബാക്കിൽ കുറച്ച് ചാരമൊക്കെ പുരട്ടി അത് ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കരി പിടിക്കില്ല എന്ന് അമ്മ പറയണേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഓയിലാണ് കേട്ടോ ചക്ക വറുക്കുക. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ചക്ക വറുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു ആഘോഷം തന്നെയാണ്. കാരണം അമ്മയുടെ വീട്ടിൽ വരുമ്പോഴാണ് ഈ ചക്ക വറുക്കലും പരിപാടിയൊക്കെ വിഷുവിൻ്റെ സമയത്ത്. അപ്പോൾ വല്യമ്മ, ഇളയമ്മ, മക്കൾ എല്ലാവരും ഉണ്ടാവും. അപ്പം ഞങ്ങൾ പിള്ളേരായാലും എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഇടയിൽ കിടന്ന് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കും. പിന്നെ ക്വാണ്ടിറ്റിയും വളരെയധികം ഉണ്ടാവും കേട്ടോ. ഒരു 10 ചക്കയൊക്കെ എനിക്ക് തോന്നുന്നത് വറുക്കും. പിന്നെ ആ ചക്കയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് വലിയൊരു 10 പെട്ടി പോലത്തെ ഒരു പെട്ടി ഉണ്ടായിരുന്നു പണ്ട്. അതിൻ്റെ അകത്തേക്ക് ഇറക്കി വയ്ക്കും. പിന്നെ എല്ലാവരും പോണ സമയത്താവുമ്പോൾ എല്ലാം ഷെയർ ചെയ്തൊക്കെ കൊണ്ടുപോകും. പിന്നെ ചായ കുടിക്കുമ്പോഴൊക്കെ അതിൽ റേഷൻ പോലെയാണ്, കുറേശ്ശെ എല്ലാവർക്കും തരും. അങ്ങനെയൊക്കെ ആയിരുന്നു അന്നൊക്കെ. ഇപ്പം ചക്ക വറുക്കാന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ എല്ലാം ചെയ്യണം അങ്ങനെ. പിന്നെ വറുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ തിന്നും കഴിയും കേട്ടോ. ഇപ്പം 2 ചക്ക വറുത്തിട്ട് ആകെ ഒരു ചെറിയ ടിന്നിൽ മാത്രമേ ചക്ക ഇട്ട് വയ്ക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ഇനിയും ഇങ്ങനത്തെ വീഡിയോസായിട്ട് വരാം.